നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം വാട്ട് ഹാവ് യു ലോസ്റ്റ്? നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത് എന്നാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച നഷ്ടങ്ങളെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിലയിരുത്തേണ്ടത്? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? പണവും ഇൻവെസ്റ്റ്മെൻറ്റ്സുമാണോ? സ്വത്താണോ? ആരോഗ്യമാണോ? സുഹൃത്ത് ബന്ധങ്ങളാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടോ? ലോസ് ഇസ് നോട്ട് ഇൻ വാട്ട് ലീവ്സ് അവർ ഹാൻഡ്സ് ബട്ട് ഇൻ വാട്ട് ഡിപ്പാർട്ട്സ് ഫ്രം അവർ ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. നഷ്ടം നമ്മുടെ കൈകളിൽ നിന്നും വിട്ടുപോകുന്നവയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുന്നവയാണ്. തനിക്ക് തന്നെ ഒത്തിരി സ്നേഹിച്ചവരെ തന്നെ ജീവിതത്തിൽ നിന്നും നഷ്ടമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം, പഠിച്ച ശേഷം എങ്ങനെ ഈ ജീവിതം തിരിച്ചു പിടിക്കാം? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ. ഇഫ് യു ക്ലിങ് ടു എ പൊസഷൻ യു വിൽ ലൂസ് ഇറ്റ്, ബട്ട് ഇഫ് യു ലെറ്റ് ഇറ്റ് ബി ഫ്രീ യു വിൽ ഓൾവേസ് ബി ഇറ്റ്സ് ഓണർ എന്നൊരു ടാവോയിസ്റ്റ് സേയിങ് ഉണ്ട്. നിങ്ങളൊരു വസ്തുവിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്കത് നഷ്ടമാകും. എന്നാൽ അതിനെ സ്വതന്ത്രമാക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും അതിൻ്റെ ഉടമയായിരിക്കും. നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മെറ്റീരിയൽ പൊസഷൻസ്, അതായത് നിങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ, സ്വത്തുക്കൾ, പണം, ഇതൊക്കെയാണ് വരുന്നത് എങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് മെറ്റീരിയൽ പൊസഷൻസ് ആർ ടെമ്പററി. ദേ കം ആൻഡ് ഗോ. അത് വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവയിൽ നിന്നും ലഭ്യമാകുന്ന പാഠങ്ങളും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നവയാണ് അവയെല്ലാം. പലപ്പോഴും ഇതെല്ലാം എൻ്റേതാണ് എന്ന തോന്നലുണ്ടല്ലോ, ഇല്യൂഷൻ ഓഫ് ഓണർഷിപ്പ്. അതാണ് പ്രശ്നം. അത് യഥാർത്ഥത്തിൽ സത്യമല്ല. അങ്ങനെ വരുമ്പോൾ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അനുഭവത്തിലും അറിവിലും ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ പാഠങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. മുമ്പോട്ട് പോകാനുള്ള ഊർജം ലഭിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന തോന്നൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരുടെയും യാത്ര വളരെ യുണീക്ക് ആണ്. ആരുമായും കമ്പയർ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ചിലർക്ക് ചില കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ പല വിഷയങ്ങളിലും അവർക്ക് പല പോരായ്മകളും കാണാം. നമുക്ക് നഷ്ടമായത് ആരോഗ്യമാണെങ്കിൽ നമ്മുടെ ശരീരം നിരന്തരമായി മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യം ചാഞ്ചാട്ടമുള്ള അവസ്ഥയാണ്. ആരോഗ്യം മാക്സിമം ശ്രദ്ധിക്കാം, വ്യായാമം ചെയ്യാം, ശരീരത്തിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. എന്നിട്ടും രോഗം വരികയാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ കൂടുതലായി ചിന്തിച്ചു കൂട്ടേണ്ടതില്ല. ശരിക്കു പറഞ്ഞാൽ പലതും നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പോഴുള്ള സുഖത്തിൻ്റെ അവസ്ഥയെ നമ്മൾ എപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്, നന്ദി പറയുകയാണ് വേണ്ടത്. ഇനി ആരോഗ്യമെന്ന് പറയുമ്പോൾ ശാരീരികം മാത്രമല്ല, മാനസികവും വൈകാരികവും ആത്മീയവുമായ നേട്ടങ്ങളും തിരിച്ചറിവുകളും എല്ലാം ആരോഗ്യത്തിൽപ്പെടുന്നു. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ വിഷമങ്ങൾ കുറയും. ഇനി നഷ്ടമായത് ബന്ധങ്ങളാണെങ്കിൽ അതുണ്ടായ ശേഷമാണ് നഷ്ടമായത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉള്ളതേ നഷ്ടപ്പെടൂ, ഇല്ലാത്തത് ഒരിക്കലും നഷ്ടമാകില്ല. ബന്ധങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ഓരോ ബന്ധത്തിലും ഓരോ ഇൻ്ററാക്ഷൻസിലും നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും കുറിച്ച് പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിയും. ഇവയെല്ലാം നമ്മുടെ വളർച്ചയെ പോസിറ്റീവായി സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചിലരുടെ സപ്പോർട്ട് നഷ്ടമാകുമ്പോൾ നമുക്ക് നമ്മുടെ കാലുകളിൽ നിന്നുകൊണ്ട് വെല്ലുവിളികളെ നേരിടാൻ കഴിയും എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പഴയ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നഷ്ടമായത് നെയിം ആൻഡ് ഫെയിം, അതായത് പേരും പ്രശസ്തിയുമാണെങ്കിൽ അത് ശരിയായ ചിന്തയല്ല. ശരിക്കും നഷ്ടമായത് പബ്ലിക് ഒപ്പീനിയനാണ്, പൊതുജനാഭിപ്രായം. പബ്ലിക് ഒപ്പീനിയൻ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ സെലിബ്രേറ്റഡ് ഫിഗർ നാളെ എല്ലാവരും മറന്നെന്നിരിക്കും. ആളുകളുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം. നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും നഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പേരിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ശരിയായ സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷമാണ്. അതോടൊപ്പം ചിലപ്പോൾ പബ്ലിക് റെക്കഗ്നിഷൻ വന്നില്ലെങ്കിലും ആളുകൾക്ക് നമ്മെക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് സന്തോഷിക്കാൻ കഴിയണം. അവസാനമായി, നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ ഒരിക്കലും
നമ്മെ വിട്ടു പോകില്ല എന്ന് മനസ്സിലാക്കണം. പോയത് ആരാണെങ്കിലും അവർ എന്തോ ബാക്കി വെച്ചിട്ടാണ് പോയത്. നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായിട്ടാണ് അവർ നമ്മളെ വിട്ടുപോയത്. ഉള്ള കാലത്ത് അവർ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന മാറ്റങ്ങൾ, സന്തോഷങ്ങൾ നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. അതിൽ പിടിച്ചു കയറാൻ നമുക്ക് സാധിക്കണം. ആളുകൾ നഷ്ടമാകുന്നത് നമുക്ക് ഒരു റിമൈൻഡർ ഓഫ് ഇംപെർമനൻസ് ആണ്. ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല എന്ന തിരിച്ചറിവ്. ഞാനും ഒരു ദിവസം ഇതേപോലെ പോകുമെന്ന അറിവ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ വിലപ്പെട്ടതാണ് എന്നും അർത്ഥം വരുന്നു. ഇപ്പോൾ കൂടെയുള്ളവരെ സ്നേഹിക്കുക. പോയവരെക്കുറിച്ചോർത്ത് ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നമുക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ്. എന്നിട്ട് ആ വഴിയിലൂടെ നടന്നു നീങ്ങാം. റൂമി പറഞ്ഞത്, ദിസ് പ്ലേസ് ഇസ് എ ഡ്രീം, ഓൺലി എ സ്ലീപ്പർ കൺസിഡേഴ്സ് ഇറ്റ് റിയൽ. ദെൻ ഡെത്ത് കംസ് ലൈക്ക് ഡോൺ ആൻഡ് യു വേക്ക് അപ്പ് ലാഫിംഗ് അറ്റ് വാട്ട് യു തോട്ട് വാസ് യുവർ ഗ്രീഫ്. ഈ സ്ഥലം ഒരു സ്വപ്നമാണ്. ഈ ലോകം ഒരു സ്വപ്നമാണ്. ഉറങ്ങുന്നവൻ മാത്രം അത് യാഥാർത്ഥ്യമായി കണക്കാക്കുന്നു. അപ്പോൾ മരണം പ്രഭാതം പോലെ വരുന്നു. ആ സമയത്ത് സങ്കടമെന്ന് നിങ്ങൾ കരുതിയതിനെക്കുറിച്ചോർത്ത് ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഉണരുന്നു. വലിയ കാര്യമാണ് റൂമി പറഞ്ഞത്. ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഡെത്ത്, അതായത് മരണം എന്നതുകൊണ്ട് റൂമി ഉദ്ദേശിച്ചത് ഡെത്ത് ഓഫ് ദ സെപ്പറേറ്റ് സെൽഫ് ആണ്. ഞാൻ ഈ ശരീരവും മനസ്സുമാണ് എന്ന മിഥ്യാബോധം, ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന തെറ്റായ ധാരണ, ഈഗോ എന്ന് പറയും. അതിനാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ എവേക്കനിങ് ആണ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് വിഷമങ്ങളെക്കുറിച്ച് ഇത്രയും കാലം ഞാൻ ദുഃഖിച്ചുവല്ലോ എന്നോർത്ത് ഞാൻ ചിരിച്ചു പോകുന്നത്. ഒരിക്കൽ 2 ചെറിയ കുട്ടികൾ മണിക്കൂറുകളോളം ചെലവഴിച്ച് കടൽ തീരത്ത് അതിമനോഹരമായ ഒരു സാൻഡ് കാസിൽ, മണൽക്കോട്ടയുണ്ടാക്കി. അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് അതിനെ ഷെല്ലുകളും തൂവലുകളും കൊണ്ട് അലങ്കരിച്ചു. പെട്ടെന്ന് ഒരു ശക്തമായ തിരമാല വന്ന് മണൽക്കോട്ടയെ തകർത്ത് അതിനെ കടലിലേക്ക് വലിച്ചുകൊണ്ടുപോയി. 2 കുട്ടികളും നിരാശയോടെ, കണ്ണീരോടെ അവരുടെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ മണൽക്കോട്ട ശാശ്വതമല്ല. ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു സമയത്ത് കടൽ തിരമാലകൾ വന്ന് അതിനെ പിടിച്ചുകൊണ്ടു പോകും. ഇനി കടൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കാറ്റോ മഴയോ അല്ലെങ്കിൽ വല്ല പട്ടികളോ അതിനെ തകർക്കും. പക്ഷേ മണൽക്കോട്ട നിർമ്മിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച സന്തോഷവും ആനന്ദവും അതിൽ നിന്ന് കിട്ടിയ പഠനങ്ങളും നിങ്ങൾ പ്രകടിപ്പിച്ച ക്രിയേറ്റിവിറ്റിയും സുന്ദരമായ ഓർമ്മകളും നിങ്ങളുടെ കൂടെ എക്കാലവും ഉണ്ടാകും. അതാർക്കും തകർക്കാൻ കഴിയില്ല. അമ്മൂമ്മ പറഞ്ഞു, ശാശ്വതമല്ലാത്ത ഒന്നിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത്. ശാശ്വതമായത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ഇൻ ദ റിവർ ഓഫ് ലൈഫ് എവറിത്തിങ് ഫ്ലോസ് അവേ എക്സെപ്റ്റ് ആർ എസൻസ്. ഈ ജീവിതമാകുന്ന നദിയിൽ നമ്മുടെ സത്ത ഒഴികെ ബാക്കിയെല്ലാം ഒഴുകിപ്പോകും. നഷ്ടങ്ങളിൽ വളർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അവസാനത്തിലും ഒരു പുതിയ തുടക്കമുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുമ്പോൾ മറ്റൊരു തുടക്കമായിട്ടാണ് അത് പോകുന്നത് എന്നറിയണം. അവസാനം നമ്മുടെ സത്ത മാത്രം നമ്മുടെ സ്വന്തമാണ് എന്ന തിരിച്ചറിവും ആയിട്ടാണ് നഷ്ടങ്ങൾ നമ്മെ വിട്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നഷ്ടമായതിൽ മുറുകെ പിടിക്കാതിരിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഇനി നമുക്ക് റിഫ്ലക്റ്റീവ് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഇതുവരെ കേട്ട കാര്യങ്ങൾ ഒരു തിരിച്ചറിവിലേക്കായി മനസ്സിൽ ധ്യാനിക്കാം. കണ്ണുകൾ പതുക്കെ അടച്ചു വയ്ക്കുക. സ്വസ്ഥമായി ഇരുന്ന് ശരീരവും മനസ്സും പൂർണ്ണമായി വിശ്രമിപ്പിക്കുക. വാട്ട് ഹാവ് യു ലോസ്റ്റ്? നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത്? ഇതേക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മാറുന്ന കാലാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുക. സീസൺസ് മാറി മാറി വരുന്നു. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് നമ്മൾ പോകുന്നു. ചില സീസണിൽ ഇലകൾ തെഴുക്കുന്നു. ചില സീസണിൽ ഇലകൾ വീണുപോകുന്നു. നമ്മുടെ ജീവിതവും കാലാവസ്ഥയെപ്പോലെയാണ്. നിരന്തരമായ ചേഞ്ചസ്.
മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം, നഷ്ടം എന്ന് മുദ്രകുത്തിയ മാറ്റം എന്താണ്? അത് സ്വത്തുവകകളോ, ആരോഗ്യമോ, ജോലിയോ, ബന്ധങ്ങളോ, പേരും പ്രശസ്തിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായിരിക്കാം. ഇവയിൽ നിന്നും ജനിക്കുന്ന വികാരങ്ങൾ ശ്രദ്ധിക്കുക. The impact of what you lost. ഒന്നിലും മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു വസ്തുവിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്കത് നഷ്ടമാകും. നിങ്ങൾ അതിനെ സ്വതന്ത്രമാക്കാൻ അനുവദിച്ചാൽ നിങ്ങളെപ്പോഴും അതിൻ്റെ ഉടമയായിരിക്കും. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. നഷ്ടമായത് കൈവശമുള്ള സ്വത്തുക്കളാണോ? മെറ്റീരിയൽ പൊസഷൻസ് സ്ഥായിയായിട്ടുള്ളവയല്ല. They come and go, but our experiences and growth stay with us. എൻ്റേത് എന്ന തോന്നൽ വിഷമങ്ങൾ വരുത്തിവെക്കും. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. നഷ്ടമായത് ആരോഗ്യമാണോ? ശരീരവും നിരന്തരമായ മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ്. നമുക്ക് വ്യായാമം ചെയ്യാം. ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുക്കാം. നല്ല ഭക്ഷണം കഴിക്കാം. എന്നിട്ടും രോഗം വന്നാൽ നമുക്ക് ചികിത്സിക്കാം. കൂടുതൽ ചിന്തിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ശരിയായ ആരോഗ്യം ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമല്ല. മാനസികവും വൈകാരികവും ആയ ആരോഗ്യം, ആത്മീയമായ തിരിച്ചറിവുകൾ, ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് പൂർണ്ണാരോഗ്യത്തിൻ്റെ അവസ്ഥ നമുക്കുണ്ടാകുന്നത്. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. നഷ്ടമായത് ബന്ധങ്ങളാണെങ്കിൽ അതുണ്ടായ ശേഷമാണ് നഷ്ടമായത്. ഉണ്ടായത് നഷ്ടപ്പെട്ടേക്കാം. ഇല്ലാത്തതൊന്നും നഷ്ടപ്പെടില്ല. നഷ്ടമായത് താങ്കളുടെ കുറ്റമല്ല. അത് ജീവിതത്തിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമാണ്. ചില ബന്ധങ്ങൾ മങ്ങുമ്പോൾ മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ
ഒഴുകട്ടെ. ഇനി നഷ്ടമായത് പേരും പ്രശസ്തിയുമാണെങ്കിൽ അത് പബ്ലിക് ഒപ്പീനിയനാണ്, ആളുകളുടെ അഭിപ്രായങ്ങൾ. അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പേരിലും പ്രശസ്തിയിലും ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഇനി നഷ്ടമായത് നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലുമാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല എന്ന് മനസ്സിലാക്കുക. പോയപ്പോൾ എന്തോ ബാക്കി വെച്ചിട്ടാണ് അവർ പോയത്. നമുക്ക് ചിലതെല്ലാം ചെയ്യാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് പോയത്. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. In the river of life, everything flows away except our essence. ഈ ജീവിതമാകുന്ന നദിയിൽ നമ്മുടെ സത്ത ഒഴികെ ബാക്കിയെല്ലാം ഒഴുകിപ്പോകും. Understand that in loss there is growth. നഷ്ടങ്ങളിൽ വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോന്ന് അവസാനിക്കുമ്പോഴും മറ്റൊന്ന് തുടങ്ങി വച്ചിട്ടാണ് അവ പോകുന്നത്. ഓരോ നഷ്ടത്തിലും ഒരു പുതിയ തുടക്കത്തിൻ്റെ വിത്തുണ്ട്. നഷ്ടമായതിൽ മുറുകെ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരുവിയിലെ വെള്ളം പോലെ അവ നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ മുങ്ങിക്കുളിക്കുക. സ്വസ്ഥത കാണുക. സന്തോഷവും ആനന്ദവും അനുഭവിച്ചറിയുക. എന്നിട്ട് സമയമാകുമ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. മെഡിറ്റേഷനിലൂടെ എന്താണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടായി എന്ന് കരുതുന്നു. സത്യത്തിൽ എല്ലാം നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയകളാണെന്നും യഥാർത്ഥത്തിൽ നമുക്കൊന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്നും നഷ്ടപ്പെടേണ്ടത് മാത്രമേ നഷ്ടമാവുകയുള്ളൂ എന്നും അതിൽ വിഷമിക്കേണ്ടതില്ല എന്നും ഉള്ള തിരിച്ചറിവാണ് ശരിയായ അറിവ്. താങ്കൾക്കുണ്ടായ അനുഭവം കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഒത്തിരി സ്നേഹത്തോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.